കോട്ടയം റാഗിംഗ് കേസ് പ്രതികളെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഏറ്റുമാനൂർ മാജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകാനുണ്ട്. കോട്ടയത്ത് നിന്ന് ടോബി, വിവരങ്ങൾ എന്തൊക്കെ? ഗോപി, അല്പസമയം മുമ്പാണ് പ്രതികളെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ കോടതി വിട്ടു നൽകിയത്. ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് ആ ഒരു പോലീസിന്റെ അപേക്ഷ ശരിവെച്ച് നൽകിയത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇത് ഈ 2 ദിവസത്തേക്ക് ഒരു കസ്റ്റഡി അപേക്ഷ. 2 ദിവസം മാത്രം മതി എന്നാണ് പോലീസിന്റെ ഒരു ആവശ്യം. കാരണം ഇനി പ്രതികളെ ഈ ഹോസ്റ്റലിൽ എത്തിച്ച് തെളിവെടുക്കുന്ന ഒരു ജോലി മാത്രമേ ഉള്ളൂ. മറ്റ് തെളിവുകളെല്ലാം തന്നെ പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയതാണ്. ഒപ്പം തന്നെ സാക്ഷിമൊഴികളും എല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രതികളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനുള്ള ഒരു ദിവസം, അതുപോലെ തന്നെ തെളിവെടുപ്പിനുള്ള ഒരു ദിവസം, അങ്ങനെ 2 ദിവസമാണ് പോലീസ് ആവശ്യപ്പെട്ടത്. ആ 2 ദിവസം കോടതി അനുവദിച്ച് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഈ പ്രതികളുമായിട്ടുള്ള തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ ആളുകളില്ലാത്തൊരു സമയം നോക്കി, ആളുകൾ കൂടാത്തൊരു സമയം നോക്കി പ്രതികളെ ഈ ഹോസ്റ്റൽ മുറിയിലെത്തിച്ച് തെളിവെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് പ്രതികളുടെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത്. ആ ഒരാഴ്ച പ്രതികൾ ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പ്രതികളെ കസ്റ്റഡി വാങ്ങി തെളിവെടുപ്പ് നടത്തുന്നില്ല എന്നുള്ള വലിയൊരു ആക്ഷേപം പ്രതിപക്ഷ പാർട്ടികളടക്കം ഉന്നയിച്ചിരുന്നു. എന്തായാലും ആ ഒരു നടപടി കൂടി പോലീസ് പൂർത്തിയാക്കുകയാണ്. വരും ദിവസങ്ങളിൽ തെളിവെടുപ്പുണ്ടാകും. കേസിലെ ഒരു വലിയൊരു ഇടപെടൽ ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ കുറ്റം നടന്ന ഉടൻ തന്നെ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചാണ് ഈ കേസിൽ വളരെ ഒരു നിർണായകമായിട്ടുള്ള ഒരു കാര്യമായി മാറിയത്. അന്ന് തന്നെ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഉടൻ തന്നെ റിമാൻഡ് ചെയ്യുകയുമായിരുന്നു. എന്തായാലും പ്രതികളുമായിട്ടുള്ള ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെടുപ്പ് അത് ഏറ്റവും ഉടൻ തന്നെ, അതായത് ഈ 2 ദിവസത്തിന് ഒരു ദിവസം തന്നെ ഈ തെളിവെടുപ്പ് നടക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. ശരി, ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്.